കഴിഞ്ഞ 27 വർഷത്തെ BJP ഇതര സർക്കാരുകളുടെ ഭരണത്തെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ ദില്ലി നിയമസഭ BJP പിടിച്ചത്. അതോടുകൂടി ഡബിൾ എഞ്ചിൻ സർക്കാരായി ദില്ലി നിയമസഭ മാറുകയായിരുന്നു. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരേ സർക്കാർ വരുന്നതിനെയാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്നത്. ഏതായാലും ആ വിജയത്തിൻ്റെ മാറ്റ് കുറേ മുമ്പ് തന്നെ അടുത്ത വിജയവും BJP തേടി എത്തിയിരിക്കുന്നു. അതും ദില്ലിയിൽ നിന്ന് ഇപ്പോൾ ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ എന്ന് തന്നെ പറയേണ്ടി വരും. ദില്ലിയിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനിൽ 3 ആം ആദ്മി പാർട്ടി കൗൺസിലർമാർ കൂടി BJP പക്ഷത്തെത്തിയപ്പോഴേക്കും 250 അംഗ കൗൺസിൽ 116 സീറ്റിലേക്ക് BJPയുടെ സീറ്റ് നില ഉയർന്നു. 114ലേക്ക് ആം ആദ്മിയുടെ സീറ്റ് നില താഴുകയും ചെയ്തിരിക്കുന്നു. 8 പേർ കോൺഗ്രസിൻ്റെതായ കൗൺസിലർമാർ ഈ കോർപ്പറേഷനിൽ ഉണ്ട്. ഏതായാലും കൂറുമാറ്റ നിരോധന നിയമം ഇവിടെ ബാധകമല്ലാത്തതിനാൽ കൂറുമാറുന്നതിനെ പറ്റി നിയമ നടപടികളിലൊക്കെ ഇല്ലെങ്കിൽ മറ്റു നടപടികളിലൊക്കെ കടക്കാനും കഴിയില്ല. ഇവിടെയാണ് ഈ 3 കൗൺസിലർമാർ അനിത ബസോയ, നിഖിൽ ചന്ദ്ര, ധരംധീർ എന്നിവർ BJPയിലേക്ക് ജോയിൻ ചെയ്തത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കൗൺസിലർമാർ BJPയിലേക്ക് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. കുറേ നാളുകളായി ദില്ലിയിലെ ഈ പറയുന്ന മേയർ സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടി BJP പല നീക്കങ്ങളും നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴും ആം ആദ്മി പാർട്ടി തന്നെയാണ് അവിടുത്തെ മേയർ. ആം ആദ്മി പാർട്ടിക്കാണ് ഭരണവും. ഇതോടുകൂടി ഏതായാലും മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഭരണവും ആം ആദ്മിക്ക് നഷ്ടപ്പെടുകയാണ്. ഇത് ദില്ലിയിലെ ആം ആദ്മിയുടെ അടിത്തറ ഇളകാൻ പോകുന്ന ഒന്നാണ്. സംസ്ഥാന ഭരണമില്ല. നിലവിലുണ്ടായിരുന്ന മുനിസിപ്പൽ കോർപ്പറേഷനും പൊളിഞ്ഞടുങ്ങി തുടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയിൽ നിന്ന് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.